മെഡിറ്റേഷൻ എന്ന് പറയുന്ന വാക്ക് ഇന്ന് സർവ്വസാധാരണമാണ്. ഇന്ന് എല്ലാ കാര്യത്തിൻ്റെയും അവസാനത്തെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ മെഡിറ്റേഷനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് നമ്മളൊന്ന് ബ്രോഡായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 3 കാറ്റഗറി ഉണ്ട് അതിനകത്ത്. മെയിനായിട്ട് 3 കാറ്റഗറിയാണ്. ഒന്ന്, ശരീരത്തിനെ ഒന്ന് റിജവനേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡി മെഡിറ്റേഷനുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് യോഗയൊക്കെ ഒരു പാർട്ടാണ്. ഇനി രണ്ടാമത് വരുന്നത് മൈൻഡ് മെഡിറ്റേഷനുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം മാറ്റി, സ്ട്രെസ്സ് മാറ്റി, സ്ട്രെയിൻ മാറ്റി, മനസ്സിനെ ഒന്ന് കൂളാക്കാൻ, കാമാക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മൈൻഡ് മെഡിറ്റേഷൻ. സോ അതിന്ന് വളരെയേറെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഒത്തിരി മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് കൊണ്ട്, വർക്ക് പ്രഷർ ഉള്ളത് കൊണ്ട്, ഐസൊലേഷൻ ഉള്ളത് കൊണ്ട് മൈൻഡ് മെഡിറ്റേഷൻ വളരെയേറെ സക്സസ് ആണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പിരിറ്റ് മെഡിറ്റേഷനാണ്, ഒരു ഡിവൈൻ മെഡിറ്റേഷനാണ്. അത് ശരിക്കും മനുഷ്യൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന കാര്യമായതുകൊണ്ട് അധികമാരും മെഡിറ്റേഷൻ, ആ ഒരു സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവെയറല്ല. സോ ഈ 3 കാറ്റഗറിക്കകത്ത് വരുന്ന റിസൾട്ട് ഈ പറഞ്ഞ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ബോഡി മെഡിറ്റേഷൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റിനോവേഷൻ കൊടുക്കുന്നു. മൈൻഡ് മെഡിറ്റേഷൻ മൈൻഡിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. സ്പിരിറ്റ് മെഡിറ്റേഷൻ സ്പിരിറ്റ് റലത്തിനകത്തുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്പിരിറ്റ് മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നു. ബോഡി മെഡിറ്റേഷൻ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ബോഡിക്ക് ഒരു പ്രശ്നമുണ്ട് എങ്കിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ബോഡി മെഡിറ്റേഷനിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ ബോഡിയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോഡി മെഡിറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ശരിയായ രീതിയിൽ ആരോഗ്യത്തോടുകൂടെ, നല്ല ഊർജ്ജസ്വലതയോടുകൂടെ, നല്ല ഡൈനാമിക്കായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് ബോഡി മെഡിറ്റേഷൻ ഏറെ സഹായകമാണ്. അതിൻ്റെ ദൂഷ്യഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡി മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോഡി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ശരീരത്തെ ശരിയായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കാതെ, എക്സസൈസ് കൊടുക്കാതെ ബോഡി മെഡിറ്റേഷൻ മാത്രം ചെയ്തു പോയാലും അതിന് ഫലപ്രാപ്തി ഉണ്ടാകത്തില്ല. സോ അതിന് ഇത്തരത്തിലുള്ള ചില സൈഡ് അല്ലെങ്കിൽ ചില ആൾട്ടർനേറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ ബോഡി മെഡിറ്റേഷനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി മൈൻഡ് മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ, കൂടുതലും മൈൻഡ് മെഡിറ്റേഷൻ ആൾക്കാരെടുക്കാൻ കാരണമെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് നല്ല പോഷകങ്ങൾ കൊടുത്താലേ ശരീരം ആരോഗ്യത്തോടു കൂടി ഇരിക്കത്തുള്ളൂ. സോ എന്ന് പറഞ്ഞതുപോലെ മൈൻഡിന് നല്ല രീതിയിലുള്ള ചിന്തകളും അറിവുകളും കൊടുത്താൽ മാത്രമേ മൈൻഡ് ആരോഗ്യത്തോടു കൂടി ഇരിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ മൈൻഡിന് നല്ല ഫീഡിങ് കൊടുക്കാറില്ല. സോ അതിൽ നിന്ന് ഡെവലപ്പാകുന്നതാണ് ഒട്ടുമിക്ക മാനസിക പ്രശ്നങ്ങൾ. സോ അവിടെയാണ് മൈൻഡ് മെഡിറ്റേഷൻ്റെ റോള് വരുന്നത്. സോ ഇനി മൈൻഡ് മെഡിറ്റേഷനകത്തും ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു ശരിക്കുമുള്ളൊരു ഗൈഡൻസിൽ മൈൻഡ് മെഡിറ്റേഷനും ബോഡി മെഡിറ്റേഷനും ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വലുതാണ്. അതിൻ്റെ പ്രയോജനവും ചിലപ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ കിട്ടിയെന്നിരിക്കത്തില്ല. ഇനി ഇതുപോലെ തന്നെയാണ് സ്പിരിറ്റ് മെഡിറ്റേഷൻ. ഇതിലും ഹയർ റിലത്തിൽ നിൽക്കുന്ന ഒന്നാണ്. സ്പിരിറ്റ് മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ബോഡിയിലും അദ്ദേഹത്തിൻ്റെ മൈൻഡിലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ പൂർത്തീകരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ശരിക്കും ശരീരത്തിനും ബോഡിക്കും അനുഭവിക്കാൻ പറ്റും. സോ സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബോഡി മെഡിറ്റേഷൻ്റെ ആവശ്യമില്ല. സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മൈൻഡ് മെഡിറ്റേഷൻ്റെയും ആവശ്യമില്ല. ഈ സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ബോഡിക്കും മൈൻഡിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്പിരിറ്റ് മെഡിറ്റേഷനകത്ത് ഉണ്ട്. സോ അത്തരത്തിൽ സ്പിരിറ്റ് മെഡിറ്റേഷൻ വളരെ ആധികാരികതയോടുകൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന സ്പിരിറ്റ് മെഡിറ്റേഷന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ബ്ലിസ് മെഡിറ്റേഷൻ. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ആർക്ക് പ്രയോജനപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ജീസസ് ക്രൈസ്റ്റിനെ പോലെ ജീവിക്കണം, എനിക്ക് ശ്രീബുദ്ധനെ പോലെ ജീവിക്കണം, എനിക്ക് സ്വാമി വിവേകാനന്ദനെ പോലെ ജീവിക്കണം, എനിക്ക് ശ്രീനാരായണ ഗുരുവിനെ പോലെ ജീവിക്കണം. ഈ വ്യക്തികളെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ ഈ വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇനി മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു സ്പീഷ്യസ് നിലനിൽക്കുന്ന കാലത്തിടത്തോളം ഈ വ്യക്തികളെയൊക്കെ ആൾക്കാർ ഓർക്കും.
സോ ഇതാണ് സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്കുള്ളൊരു പ്രത്യേകത. ഇതുപോലെ നമ്മൾ പുരാണങ്ങൾ പഠിച്ചാലോ ബൈബിൾ പഠിച്ചാലോ ഖുറാൻ പഠിച്ചാലോ സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ പേരുകൾ അതിനകത്ത് വളരെ വ്യക്തതയോടുകൂടി എഴുതിയിട്ടുണ്ട്. അവരെക്കാലം ഓർമ്മിക്കപ്പെടും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം അത്തരത്തിൽ സ്പിരിറ്റ് മെഡിറ്റേഷൻ ചെയ്ത വ്യക്തികളുടെ പേര് നിലനിൽക്കും. ഇതാണ് സ്പിരിറ്റ് മെഡിറ്റേഷൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും അതുപോലെ നിലനിൽക്കുന്ന, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സന്തോഷം, സമാധാനം, അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതും നേരായ മാർഗത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പിരിറ്റ് മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. സോ ശരീരം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും വിലയേറിയ എൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം തന്നെയാണ്. 2, അതിനേക്കാൾ ഒരുപടി മുകളിലാണ് നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് പവറിലല്ലെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് ശരിക്കും സ്ട്രെങ്തിലല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ സ്ട്രെങ്തുള്ള ശരീരമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ശരീരം എത്രത്തോളം ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. മനസ്സാണ് ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. സോ മൈൻഡിന് ശരിക്കുമുള്ള ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈൻഡ് പീസ്ഫുൾ അല്ല എങ്കിൽ, അതിൻ്റെ മൈൻഡ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അത് വളരെ സ്ലോ ആയിട്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ വെൽബീയിങ്ങിനെ അത് ബാധിച്ചു കൊണ്ടേയിരിക്കും. ശരീരം രോഗത്തിലേക്ക് പോകും. സോ അവിടെ മൈൻഡ് എന്ന് പറയുന്നതിന് ശരീരത്തെക്കാളേറെ പ്രാധാന്യമുണ്ട്. ഇനി 3ാമത്തെ കാര്യം, സ്പിരിറ്റ് അറിയാം എന്ന് പറയുന്നത്. സ്പിരിറ്റിനെ കുറിച്ച് അധികം ആർക്കും അവയർനെസ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ സ്പിരിറ്റിനെ ശരിയായ രീതിയിൽ നർച്ചർ ചെയ്ത് പവറാക്കി വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ ചില പേരുകളുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് അത്രയും സ്റ്റാമിനയോടുകൂടെ നിൽക്കുന്നത്? എന്ത് സ്റ്റാമിന? ശാരീരികമായിട്ടുള്ള സ്റ്റാമിന മാത്രമല്ല, മാനസികമായിട്ടുള്ള സ്റ്റാമിന മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള സ്ട്രെങ്താണ് സ്പിരിറ്റ് ലെവലിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ സ്പിരിച്വലി സ്ട്രെങ്തായ ഒരു വ്യക്തിയുടെ ശരീരത്തെയും മൈൻഡിനെയും അവർക്ക് പൊട്ടൻഷ്യലായിട്ട്, ഹെൽത്തി ആയിട്ട്, നല്ല പവറായിട്ട് സൂക്ഷിക്കാനും പറ്റും. ഒപ്പം തന്നെ അനേകം ആൾക്കാരെ അത്തരത്തിൽ നർച്ചർ ചെയ്തെടുക്കാനും സ്പിരിറ്റിൽ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിക്ക് കഴിയും. സോ സ്പിരിറ്റ് സ്ട്രെങ്തിൻ്റെ പ്രത്യേകത അതാണ്. സോ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ക്രമീകരിക്കാനും സസ്റ്റൈനബിളായിട്ടുള്ള സമാധാനത്തിലും സന്തോഷത്തിലും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാനുമാണ് സ്പിരിറ്റ് മെഡിറ്റേഷൻ സഹായിക്കുന്നത്. ഇനി സ്പിരിറ്റ് മെഡിറ്റേഷൻ നൽകുന്ന ഒരു വ്യക്തി ആരാകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പുരാണങ്ങളിലും അതുപോലെ ഇതിഹാസ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിരിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്ന് അനോയിൻറ്റിങ് കിട്ടിയ ഒരു ഈശ്വര കടാക്ഷമുള്ള, ഈശ്വരനാൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കും സ്പിരിറ്റ് മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ എപ്പോഴും ഒറിജിനൽ ഉള്ളപ്പോൾ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവുമല്ലോ. സോ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. സോ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പിരിറ്റ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ബ്ലിസ് എന്ന് പറയുന്ന ഈ സ്പിരിച്വൽ മെഡിറ്റേഷൻ വളരെയേറെ ഉപകാരപ്രദമാണ്.